ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനാകുമെന്നതാകണം തുടരെയുള്ള നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം. സൊമാലിയായി ആക്ഷേപിച്ചെടുത്ത വീണ്ടും എത്തുമ്പോൾ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഉത്തരേന്ത്യ പോലെയല്ല എന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ഹിന്ദുത്വ രാജ്യമാക്കും ഇന്ത്യയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷങ്ങളോട് കപട സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന BJPയുടെ യഥാർത്ഥ മുഖം ഇടയ്ക്ക് അറിയാതെ പുറത്തുവരും. അതാണ് സി കൃഷ്ണകുമാറിനും നിവേദിത സുബ്രഹ്മണ്യം കയറിയ വാഹനത്തിൽ അബ്ദുൽ സലാമിനെ മാറ്റി നിർത്തിയതിലൂടെ കണ്ടത്. പേരിന് മാത്രം പ്രഖ്യാപിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥി. BJPയുടെ ഇരട്ടത്താപ്പ് നാടൊന്നാകെ ചർച്ച ചെയ്യുമ്പോഴും നരേന്ദ്രമോദിയുടെ വിനീത വിധേയനാകുന്ന അബ്ദുൽ സലാം. BJPയുടെ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ പുറത്തോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് CP പ്രമോദ് CPIM-ൽ നിന്നും, ജിൻഷാദ് ജിന്നാസ് കോൺഗ്രസ്, ഉല്ലാസ് ബാബു BJP നേതാവ്, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, വണ്ടിയിൽ കയറേണ്ടവരുടെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അബ്ദുൽ സലാമിനെ മാറ്റി നിർത്തിയതിൽ പിന്നീട് കണ്ട വിശദീകരണം. മറ്റു രണ്ടുപേർക്കും ആ വണ്ടിയിൽ സ്ഥാനമുണ്ടായിരുന്നു, ലിസ്റ്റിൽ പേരുമുണ്ടായിരുന്നു. ആ പരിപാടിയിലേക്ക് മുൻകൂട്ടി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലെത്തിയ അബ്ദുൽ സലാം മാത്രം മാറി നിൽക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? ശ്രീ ഉല്ലാസ് ബാബു, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉല്ലാസ് ബാബു കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CP പ്രമോദിലേക്ക് പോവുകയാണ്. CP പ്രമോദ്, നോക്കൂ, ഞാൻ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ചോദ്യം അങ്ങയോട് ആവർത്തിക്കുക. കാരണം മറ്റൊരു നിലയിൽ അങ്ങേക്ക് ആ ചോദ്യത്തിനെ സമീപിക്കാനാകും. ഈ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നിലവിലെ ലിസ്റ്റിലുള്ള ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരാൾ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം നമ്മൾ കണ്ടിരുന്നു മുൻപ്. പക്ഷേ എത്രമാത്രം തൃപ്തികരമാണ് അത്? നിഷ്കളങ്കമായി സംഭവിച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏറെ കൊട്ടുഘോഷിക്ക് നടക്കപ്പെട്ട മൂന്നാമത്തെ മോദി സന്ദർശനമാണ് ഇന്ന് പാലക്കാട് നടന്നത്. അപ്പോൾ ഇപ്പോഴേക്കും സ്ഥാനാർത്ഥികളെല്ലാം വന്നു. കഴിഞ്ഞ പത്തനംതിട്ട പര്യടന സമയത്തും സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്, പ്രത്യേകിച്ചും സംഘപരിവാറിന്, BJPക്ക് ഉള്ള ന്യൂനപക്ഷ വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരോധം വളരെ പ്രകടമായി തന്നെ പ്രത്യക്ഷമായി പുറത്തു വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. ഇവിടെ നേരത്തെ തന്നെ പാലക്കാടുള്ള എല്ലാവരോടും നമുക്ക് അറിയാവുന്നൊരു വസ്തുത, ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം വന്ന സംഗതി, പാലക്കാട്, മഞ്ചേരി, മലപ്പുറം, അതേപോലെ പൊന്നാനി മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ, അവിടെ നിന്നുള്ള BJP പ്രവർത്തകർ രാവിലെ ഇവിടെ ഒത്തുകൂടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും ആ റോഡ് ഷോയിൽ അവരെല്ലാം ഉണ്ടാകണം. അത്തരമൊരു ക്ഷണത്തിനടിസ്ഥാനത്തിലാവണം മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഇവിടെ വന്നത്. പക്ഷേ കാര്യങ്ങൾ അടുത്ത് വന്നപ്പോഴേക്കും അതിൻ്റെ തനിനിറം പുറത്തു വരികയും അവിടെ വലിയ അവഗണന ആ സ്ഥാനാർത്ഥിക്കെതിരെ വരികയും ചെയ്തു. അപ്പോൾ ഇതിനോടൊന്നും പ്രതികരിക്കാൻ നമ്മളാളല്ല. കാരണം എന്താ വെച്ചാൽ BJPക്ക് അകത്ത് എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത് എന്നത് അവർ തന്നെ സ്വയം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ ന്യൂനപക്ഷ MP-മാരില്ല. ഒരൊറ്റ ന്യൂനപക്ഷ MP-മാർ മന്ത്രിമാരായി ആ ക്യാബിനറ്റിലില്ല. മുമ്പ് പേരിനെങ്കിലും ആരെങ്കിലുമൊക്കെ ചേർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം MP-മാരും തന്നെ ഇല്ല, മുസ്ലിം മന്ത്രിമാരുമില്ല. എന്ന് മാത്രമല്ല, രാജ്യത്ത് സംഘപരിവാറിൻ്റെ ഒരു പ്രത്യേക അജണ്ട എന്ന് പറയുന്നത് അവരൊരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായി മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള വർഗീയ വിഭജനത്തിന് രാജ്യത്തിൽ ഇടം കൊടുക്കുകയും ചെയ്യുകയാണ്, പ്രചരണം നടത്തുകയാണ്. ഇതൊന്നും യാദൃശ്ചികമല്ല. തൊട്ട് മുമ്പ് തമിഴ്നാടായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. അപ്പോൾ അവിടെ പ്രസംഗത്തിൽ പ്രകടമായി തന്നെ എടുത്തു പറഞ്ഞു, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നത് അവർ ഹിന്ദു വിരോധികളാണ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസ്താവന സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, രാമജന്മഭൂമിയിലെ അമ്പലത്തിലെ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അവിടെ മുതൽ ഇങ്ങോട്ട് പ്രത്യക്ഷത്തിൽ തന്നെ കേന്ദ്ര സർക്കാരും അതേപോലെ BJPയും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ്. അവിടെ BJPയുടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇന്നത്തെ പരിപാടിയിൽ കണ്ടത്. അതുതന്നെയാണ് ഇന്നത്തെ അവഗണനയ്ക്കും പിന്നിലുള്ളത്.
പിന്നെ ഇത്തരത്തിലുള്ള റോഡ് ഷോ എല്ലാം നടത്തി BJP എന്തൊരു പ്രതീക്ഷ, അമിതമായ പ്രതീക്ഷ കേരളത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഉന്നയിച്ചു. BJPക്ക് അത്തരമൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അസ്ഥാനത്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കേരളീയ സമൂഹത്തിൽ BJPക്ക് ഒരു 16-17% വോട്ട് പ്രസൻസാണുള്ളത്. ദീർഘകാലത്തെ വലിയ പ്രചരണവും വലിയ മത്സരങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് വലിയ സമ്പത്തെല്ലാം ചെലവഴിച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങളിലെല്ലാം തന്നെ BJPക്ക് നേടാനായതാണ്. അപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ്, സമൂഹത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഒരു 84-83% ആൾക്കാർ ഈ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരാണ്. അതിൽ പ്രത്യേകിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത്തരത്തിലുള്ള BJPയുടെ വർഗീയ അജണ്ട ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടമായി തുറന്നു കാണിക്കുന്ന രീതിയിലേക്ക് ഇത് എത്തിച്ചേർന്നു. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മടങ്ങിയെത്താം CP പ്രമോദ്. ആദ്യഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് ക്ലിയർ ആണ്. ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ഉല്ലാസ് ബാബു കേൾക്കാമെന്ന് കരുതുന്നു. ഞാൻ ചോദ്യം ആവർത്തിക്കാം ഒരിക്കൽ കൂടി. ലിസ്റ്റിൽ പേരില്ലായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കണ്ട വിശദീകരണം. പക്ഷേ ആ ലിസ്റ്റിൽ ആ ലിസ്റ്റിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അടക്കം നൽകിയ ഈ പരിപാടിയുടെ ക്ഷണത്തിൽ ഈ 3 പേരുടെയും പേരുണ്ടായിരുന്നു. 3 പേർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. അദ്ദേഹവും ആ നിലയിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് എന്തുകൊണ്ട് ഒരാൾ മാത്രം മാറ്റി നിർത്തപ്പെടുന്നു? അസിത, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര കണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ സ്റ്റണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതവിദ്വേഷ ശൈലിയിൽ പ്രവർത്തനം കൊണ്ടുപോകുന്നുവോ അത്ര കണ്ട് കേരളത്തിനകത്ത് നിങ്ങൾ പിന്തള്ളപ്പെടും. നിങ്ങളെന്ന് അശ്വതോട് പറയാൻ കാരണം ഇന്ന് ഈ ചർച്ച തന്നെ എടുത്തത് വളരെ തെറ്റായിപ്പോയി. ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ ഒരാളെ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരാളില്ല എന്ന് പറയപ്പെടുന്നതിന് നിരവധി സാങ്കേതിക കാരണങ്ങളുണ്ടാകാം. ബഹുമാനായിട്ടുള്ള ശ്രീ അബ്ദുൽ സലാം സാർ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, യാതൊരുവിധ അപമാനപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥിതിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് നയിക്കേണ്ട ഒരു കാര്യമാകുന്നത് AK ബാലന്റെ ആരോപണവും ടി സിദ്ദിഖിന്റെ ആരോപണവും കൈരളി നമ്മൾ AK ബാലനെയോ ടി സിദ്ദീഖിനെയോ ഒന്നുമല്ല കോട്ട് ചെയ്യുന്നത്. അവരെ ആരും നമ്മൾ ഓൺ ചെയ്യുന്നുമില്ല. ഇതിലെ കാര്യം എന്ന് പറയുന്നത് അബ്ദുൽ സലാം തന്നെ നൽകിയ വിശദീകരണം. താങ്കൾ പറഞ്ഞതുപോലെ അബ്ദുൽ സലാം, ഭാരതീയ ജനതാ ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, ഇപ്പോൾ ഇവിടെ AK ബാലനെയോ ടി സിദ്ദീഖിനെയോ ഒന്നുമല്ല ഞാൻ ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ അബ്ദുൽ സലാം തന്നെ ഈ വിഷയത്തിൽ പറയുന്നു. ശരിയാണ്, ഞാനതിൽ അപമാനിതനായി എന്ന ഫീലിംഗ് എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു പരിപാടിയെക്കുറിച്ച് അറിയിച്ചതിന്റെ പേരിലാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. നിവേദിത സുബ്രഹ്മണ്യാണ് ആ വണ്ടിയിലേക്ക് കയറാനായി എന്നെ ക്ഷണിക്കുന്നത്. അങ്ങനെ കയറാനായി പോകുമ്പോഴാണ് താങ്കളുടെ പേര് ഈ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്നത് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. മോദിയെ കാണാനായി വന്നതാണ്, ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മണിക്കൂറുകളോളം കാത്തുനിന്നു. ശ്രീ ഉല്ലാസ് ബാബു, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, ഇത് ചിലപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഈ നിലയിൽ മാറ്റി നിർത്തപ്പെട്ടതെങ്കിൽ അത് ഈ തരത്തിൽ ചർച്ചയാകില്ല. ചിലപ്പോൾ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായിരുന്നെങ്കിലും ചർച്ചയാകില്ല. അവിടെയാണ് BJPയുടെ ഈ മുസ്ലിം വിഭാഗത്തോടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷം കൊണ്ടുള്ള സമീപനത്തിന്റെ നേർചിത്രമായി വിഷയം മാറുന്നത്. അവിടെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഉല്ലാസ് ബാബു, അസിതയ്ക്കടക്കം എതിരെ കേസെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കേരളത്തിൽ ഇതുപോലെ വർഗീയ രീതിയിലേക്ക് ഒരു മാധ്യമ ചർച്ച അധപതിച്ചു പോകുന്നു എന്ന രീതിയിൽ വളരെ ദുഃഖമുണ്ട്. കാരണം കൈരളി ചാനലിനെ പോലെ ഒരു ചാനൽ രാഷ്ട്രീയമുണ്ടാകാം, രാഷ്ട്രീയ അജണ്ടയുണ്ടാകാം, 10 വോട്ടിന് വേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയ ശൈലിയും ഞങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും, അതിന് ഞങ്ങൾ കുടപിടിക്കുമെന്ന രീതിയിൽ കൈരളിയെപ്പോലെ ഒരു ചാനൽ ഇതുപോലെ മതനിന്ദ വളർത്തുന്ന രീതിയിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകുമ്പോൾ എത്ര ക്രൂരമാണ് കേരളം ചെന്നെത്തി നിൽക്കുന്നത്. നിങ്ങൾ ഈ ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷലിപ്തമായ കണ്ണുകളെ കൊണ്ട് മതവർഗ വർണ്ണ ചിന്താഗതികൾ ഉളവാക്കുന്ന രീതിയിലാണ്. മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങളെ മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇത്തരം ഒരു വിഷയത്തിൽ വർഗീയ സമീപനം സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയില്ല എന്നുള്ള നിങ്ങളുടെ ഒരു പൊതുധാരണയാകും ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിന്റെ കാരണം. നോക്കൂ, അത്തരം വിഷയങ്ങൾ സമൂഹം മനസ്സിലാക്കുകയും അത് അഡ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ വർഗീയവാദികളാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശ്രീ ഉല്ലാസ്
ഉല്ലാസ് ബാബു നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ വിഷയത്തെ കാണുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന്. നോക്കൂ, CA പ്രകാരം ഒരു മിനിറ്റ് ശ്രീ ഉല്ലാസ് ബാബു കേൾക്കൂ, ശ്രീ ഉല്ലാസ് ബാബു കേൾക്കൂ, ശ്രീ ഉല്ലാസ് ബാബു അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ ആദരണീയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, കേൾക്കാൻ എന്താണ് അസിതയെ പോലെ ഒരു പെൺകുട്ടി, ഒരു യുവജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടി ഇതേപോലെ ഒരു ആങ്കർ ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, ഞാൻ ഈ രാജ്യത്തെ യുവജനങ്ങളെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്നത്, ഞാൻ ഈ രാജ്യത്തെ ഭൂരിഭാഗം സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്, ഞാൻ ഈ രാജ്യത്തെ ഭൂരിഭാഗം ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്, ഞാൻ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. ആ ആളെന്ന നിലയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ താങ്കൾ രോഷാകുലനായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ലേ? നോക്കൂ, CA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ മതം നിർണ്ണയിക്കാൻ സുന്നത്ത് പരിശോധന നടത്തണമെന്ന് പറഞ്ഞ BJP നേതാവിന്റെ പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ എന്നുള്ളത് താങ്കൾ മറക്കരുത്. അങ്ങനെ ഒരാളാണോ ഈ രാജ്യത്ത് മറ്റുള്ളവർ വർഗീയത പരത്തുന്നു എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ നേതാവിനെതിരെ കേസെടുക്കാൻ ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, കൈരളിയല്ല ഇവിടെ, കൈരളിയുടെ പ്രശ്നമല്ല, എന്റെ പ്രായത്തിന്റെ പ്രശ്നമല്ല, ഞാൻ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള പ്രശ്നമല്ല. ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ എനിക്കെതിരെ കേസെടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഒരു സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, അബ്ദുൾ സലാം എന്ന ആളെ മാത്രം മാറ്റി നിർത്തുന്നത് അയാളുടെ പേര് കൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഈ രാജ്യത്തെ വർത്തമാനകാല സാഹചര്യങ്ങളുടെയും ഈ രാജ്യത്തെ ചരിത്രത്തോട് നിങ്ങൾ കാട്ടിയ നീതികേടിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ ഉല്ലാസ് ബാബു. ആ ചോദ്യം ഇനിയും ചോദിക്കും ശ്രീ ഉല്ലാസ് ബാബു, അതിലൊരു തർക്കവുമില്ല. ഇനി ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കണമെന്നാണെങ്കിൽ താങ്കൾ കേസെടുത്തോളൂ, അതാണല്ലോ ഈ രാജ്യത്തെ നയം. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങനെ കേസെടുത്തതിന്റെ പേരിൽ ഇവിടെ ജയിലറിൽ സ്വാമിയുടെ കൂടി പ്രതിയാണ് ഞാൻ. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ കേസെടുത്തോളൂ, ചോദിക്കൂ. നോക്കൂ ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ കേസെടുത്തോളൂ, ആ വിഷയം കഴിഞ്ഞില്ലേ? താങ്കൾ എനിക്കെതിരെ കേസെടുക്കുന്ന ആർജവം CA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ മതം നിർണ്ണയിക്കാൻ സുന്നത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തണമെന്ന് പറഞ്ഞ തഥാഗത റോയ്ക്കെതിരെ കേസെടുക്കാൻ ആർജവമുണ്ടോ ശ്രീ ഉല്ലാസ് ബാബു? അതിനുകൂടി മറുപടി പറയൂ, ബഹളം വെച്ചിട്ട് കാര്യമില്ല ശ്രീ ഉല്ലാസ് ബാബു. ഇത്രയും മോശകരമായ പ്രവൃത്തി നടത്തുന്ന ഒരു രാഷ്ട്രീയ ചർച്ച മോശമാണ്, മോശമാണ്. ഒരു സംശയം ബാബു നോക്കൂ, താങ്കൾ എന്റെ ചോദ്യം കേട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒച്ച വെക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒച്ച വെച്ചാൽ ഒരുപക്ഷെ എന്റെ ശബ്ദമേ മുന്നിൽ നിൽക്കൂ. ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഒച്ച വെച്ചാൽ ഒരുപക്ഷെ എന്റെ ശബ്ദമേ മുന്നിൽ നിൽക്കൂ. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. താങ്കൾ എനിക്കെതിരെ കേസ് എടുത്തോളൂ, എന്റെ സ്ഥാപനത്തിനെതിരെ കേസ് എടുത്തോളൂ, അവിടെ താങ്കളുടെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇനി പറയൂ, പൗരത്വത്തിന് അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ മതം ശ്രീ ഉല്ലാസ് ബാബു, പൗരത്വത്തിന് അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ മതം തീരുമാനിക്കാൻ അവരെ സുന്നത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ തഥാഗത റായിക്കെതിരെ കേസെടുക്കുമോ? അതിനുകൂടി മറുപടി പറയൂ ശ്രീ ഉല്ലാസ് ബാബു. എൻ്റെ പൊന്നു അസിത, ഞാൻ വളരെ വിനീത വിധേയനായി ചോദിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇതേപോലൊരു ചർച്ച നടത്തുന്നതിൽ ഒരു വിഷമവും തോന്നുന്നില്ല? ഈ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചുകൊണ്ട് ഇത്രയും വർഗീയമായിട്ടുള്ള ഒരു വിഷം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് നിങ്ങൾക്ക് 10 വോട്ട് വേണോ? നിങ്ങൾ പറ, അത് ചോദിക്കുക. അല്ലാതെ ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയത്തെ നേരിടേണ്ടത്. രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ടയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതേപോലെ വർഗീയ വിഷം ഗുജറാത്ത് കലാപം കണ്ട നാടാണ് ശ്രീ ഉല്ലാസ് ബാബു ഇത്. ബാബരി മസ്ജിദ് ഒരു മടിയും കൂടാതെ പൊളിച്ച നാടാണ് ശ്രീ ഉല്ലാസ് ബാബു ഇത്. അവിടെ നിന്നുകൊണ്ടാണ്, അതെ അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അബ്ദുൾ സലാം എന്ന പേര് തന്നെയാണോ പ്രശ്നമെന്ന് അവിടെ ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. ശരി ശരി, ഞാൻ മടങ്ങിയെത്താം. ക്രൂരമെന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ തഥാഗതയുടെ വിഷയത്തിൽ താങ്കൾക്ക് മറുപടിയില്ല. ആ ചോദ്യം കേട്ടതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ മടങ്ങിയെത്താം. ജിൻഷാദ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ശ്രീ ഉല്ലാസ് ബാബു തന്നെ പറഞ്ഞതുപോലെ അബ്ദുൾ സലാമിന്റെ വിശദീകരണം നമ്മൾ കണ്ടു. അബ്ദുൾ സലാം അതിൽ പ്രശ്നമില്ല. അബ്ദുൾ സലാം അവിടെയും നരേന്ദ്രമോദിയുടെ വിനീത വിധേയനായി വീണ്ടും നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും രസമായി തോന്നിയത് ജിൻഷാദ് നോക്കൂ, ഇന്നാണിപ്പോൾ KPCCയും കോൺഗ്രസും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് തീയതി വെള്ളിയാഴ്ച വന്നതിനെതിരെ അത് ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ കൂടി വികാരം കണക്കിലെടുത്ത് ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നുടനെ ആ വിഷയത്തെ കൂടി ഓൺ ചെയ്യുകയാണ് അബ്ദുൾ സലാം. അദ്ദേഹം പറയുന്നു അത് ന്യായമല്ല,
അങ്ങനെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഈ കാര്യങ്ങളെ ആകെ ചിത്രീകരിക്കേണ്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനെയൊക്കെ വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അബ്ദുൾ സലാം കൂടി എത്തുന്നത് എങ്ങനെയാണ് ജിൻഷാദ്? ശ്രീ അഷിത, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇപ്പം ഈ അബ്ദുൾ സലാമിനെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അവർ ഈ രാജ്യത്തെ വിഭജിച്ച് ഭരിക്കുന്ന സർക്കാരാണെന്നും BJP എന്ന പാർട്ടി സംഘപരിവാറിൻ്റെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന പാർട്ടിയാണെന്നും ഇവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പാർട്ടിയാണെന്നും ഇവിടെ രാജ്യ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ മണിപ്പൂരിൽ ഉൾപ്പെടെ, ഗുജറാത്തിൽ ഉൾപ്പെടെ, ഉത്തർപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമെല്ലാം കലാപമുണ്ടാക്കിയ പാർട്ടിയാണെന്നും അവിടെ കലാപത്തിൽ ഇരകളായി ക്രൂരമായി കൊല്ലപ്പെടുന്ന, ബലാത്സംഗം ചെയ്യുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും മനുഷ്യരെയും ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ഇടയിൽ ഒരു പട്ടി കയറിയാൽ അരഞ്ഞ് മരിച്ചു പോകുന്ന ലാഘവം മാത്രമുള്ളൂ എന്ന് ഈ രാജ്യത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ മടിയില്ലാത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു റോഡ് ഷോയിൽ അബ്ദുൾ സലാം എന്ന് പറയുന്ന മനുഷ്യനെ കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ അബ്ദുൾ സലാമിനെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് അബ്ദുൾ സലാമുമാർ ഈ രാജ്യം വിട്ടു പോകേണ്ട NRC CAA പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഒരു വിഭാഗം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് മാത്രം NRC CAA നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പേരാണ് BJP. ഈ BJPയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു ബന്ധമുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല, ഈ രാജ്യത്തെ 100 വർഷത്തോളം അടക്കി ഭരിച്ച ഒരു കൊളോണിയൽ സാമ്രാജ്യമാക്കി അടക്കി ഭരിച്ച പഴയകാല ബ്രിട്ടീഷ് സാമ്രാജ്യം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യം മതങ്ങളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത്. അവർ ഗോത്രങ്ങളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത്. അവർ ഭാഷകളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത്. അതേ ഫോർമുലയാണ്, ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുന്ന ഫോർമുലയാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ RSSും സംഘപരിവാറും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ നോക്കൂ, ഇവിടെ അവർ മതത്തിൻ്റെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ്. ഇവിടെ പ്രാദേശിക ഭാഷകളുടെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ്. ഇവിടെ അതിർത്തിയുടെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ്. ഇവർ എവിടെയാണ് വിഭജനമില്ലാത്തത്? സത്യത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല ഈ BJPയെ വിളിക്കേണ്ടത്, ബ്രിട്ടീഷ് ജനതാ പാർട്ടി എന്നാണ്. കാരണം ഇവർ അത്രയും വിഭജിക്കുകയാണ് ഈ രാജ്യത്തെ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ആവലാതി, ഞങ്ങൾക്ക് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങളുടെ ഒരു പരാതി, പരിഭവം ഞങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി വരട്ടെ, അതും എന്തുമാകട്ടെ. പിന്നെ അബ്ദുൾ സലാം എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റാത്തതിൽ പ്രതിഷേധം കൃത്യമായി അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ അവസരത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനോട് ചോദിക്കാനുള്ളത്, ഈ അബ്ദുൾ സലാമിനെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാലിൻ്റെ നിലപാട് കൂടി ഒന്ന് ഈ അവസരത്തിൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ BJPയുടെ പ്രതിനിധിയോട് പറയുകയാണ്. പത്മജ വേണുഗോപാലിനോട് നിങ്ങൾ ഒരു ബൈറ്റ് എടുക്കണം കൂടി കൈരളിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് സൊമാലിയോട് ഉപമിച്ച രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് കേരളത്തിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അദ്ദേഹം വലിയ റോഡ് ഷോകൾ നയിക്കുകയാണ്. അദ്ദേഹം റോഡ് ഷോ നയിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെയൊക്കെ പറയുകയാണ് കേരളം ഞങ്ങൾ ഇത്തവണ കൈപ്പിടിയിലാക്കുമെന്ന്. അദ്ദേഹം അത് പറയുന്നത്, എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളൊരു തികഞ്ഞ മണ്ടനാണെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹം ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് ഒരുപാട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായിരിക്കുമെന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ധൈര്യം, ആ ധൈര്യം കിട്ടുന്നത് EP ജയരാജൻ്റെ വാക്കുകളിൽ നിന്നുമാണ്. കാരണം ഈ 20 പാർലമെൻറ്റിലും CPMും അല്ലെങ്കിൽ ഇടതുപക്ഷവും BJPയുമായിട്ടാണ് നേരിട്ട് മത്സരമെന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. മറുഭാഗത്ത് K. സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? ഞങ്ങൾ BJPയെ വടകരയിൽ സഹായിക്കും. അതുപോലെ തന്നെ CPM തിരുവനന്തപുരത്തും തൃശ്ശൂരും BJPയെ സഹായിക്കും എന്ന ഒരു പരസ്യമായ രാഷ്ട്രീയ കച്ചവടമാണ്. ഇതിപ്പോൾ റിസോർട്ട് മാഫിയകളും അതുപോലെ അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ.
അല്ല, ആറ്റിങ്ങലിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ്, നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ തെളിയിക്കുക. കാരണം അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ആദ്യം അതിനെതിരെ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാനലിൽ മാത്രം വന്നിട്ടുള്ള സാധനം നമ്മളാരും കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരാളുണ്ടോ എന്നും അറിയത്തില്ല. മുണ്ടേല മോഹനൻ എന്ന് പറയുന്ന ആളപ്പോൾ ഇല്ലേ? മുണ്ടേല മോഹനൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിന് തലസ്ഥാനത്തില്ലേ? തിരുവനന്തപുരത്ത് ഇല്ലെന്നാണ് ജിൻഷാദ് പറയുന്നത്. ഇന്നലെ മെനഞ്ഞാന്നാണ് ആ ഓഡിയോ ബൈറ്റ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെ മുണ്ടേല മോഹനന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആ ഓഡിയോ ബൈറ്റ്, മുണ്ടേല മോഹനൻ സംസാരിച്ച ആളെ ഓഡിയോ ബൈറ്റ് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടേല മോഹനന്റെ തന്നെ നേതൃത്വത്തിൽ കുറച്ചുപേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. അതിന്റെ ബൈറ്റും ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്നു ജിൻഷാദ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹമാണോ ഇനി അങ്ങനെ ഒരു നേതാവുണ്ട്? എനിക്കെന്തായാലും അദ്ദേഹത്തെ അറിയില്ല വ്യക്തിപരമായിട്ടും. ഞാൻ അങ്ങനെയാണെങ്കിൽ അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന കെ സുരേന്ദ്രന്റെ വാക്കുകൾക്ക് ആധികാരികത കാണുന്നുണ്ട് ജിൻഷാദ്. പക്ഷേ മറ്റേത് സൗണ്ട് ബൈറ്റ് ആണ്, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ സൗണ്ട് ബൈറ്റ് ആണ് ഞങ്ങൾ അത് ഉൾപ്പെടെ കൊടുത്തത്. പക്ഷേ മുണ്ടേല മോഹനന്റെ ജിൻഷാദിന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അഷിത ഇത്ര അല്ല, ഞാൻ പറയാം, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചോദിച്ചത് നന്നായി. അഷിത ഒരു കാര്യം മനസ്സിലാക്കുക, അഷിത ഒരു നല്ല മാധ്യമ പ്രവർത്തകയാണ്, എനിക്കതിനകത്തൊരു തർക്കമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞത് 10-25 ചാനലുകളുടെ മുന്നിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ചാനൽ മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറയുന്ന ഈ കോൺഗ്രസ് നേതാവിൻ്റെ കാര്യം ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ആരോ ആയിട്ടുള്ളൊരു ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണത്തിന് വോയിസ് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ജിൻഷാദ് നോക്കൂ, മുണ്ടേല മോഹനൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് തലസ്ഥാനത്തുണ്ട്. പാലോട് രവി DCC പുനഃസംഘടനയുടെ സമയത്ത് ട്രഷററായി നാമനിർദ്ദേശം ചെയ്ത ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അദ്ദേഹം ഏതൊക്കെയോ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ തലപ്പത്ത് പ്രസിഡന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതൊന്നും പോരെങ്കിൽ നമ്മളൊരാളുടെ പേരിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് സത്യമല്ലെങ്കിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് എങ്കിൽ കൈരടിയോട് പറയണ്ട, മറ്റു മാധ്യമങ്ങളോടൊന്ന് പരസ്യമായി പറയാമല്ലോ, ഇനി വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. അതൊന്നും ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് അപ്പോൾ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇനി അദ്ദേഹമാണെന്ന് തന്നെ കരുതുക. ഇനിയിപ്പോൾ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അദ്ദേഹമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് പരിഭവമില്ലെന്നേ. കാരണം ഒരു പാർലമെൻറ്റിൽ ഒരു ചെറിയ ചോട്ട നേതാവ് എന്ന് വിചാരിച്ച ഒരു പാർട്ടിയെയും, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അങ്ങനെ വോട്ട് മറിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും മറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരത്തിലേ നടക്കത്തുള്ളൂ. മുരളീധരന് വോട്ട് ചെയ്യാൻ മാത്രമല്ല, നരേന്ദ്രമോദി വന്നാലേ നമുക്ക് ഗുണമുള്ളൂ എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ശബരിനാഥിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ട് ഇക്കാര്യത്തിന് എന്നുകൂടി പറയുന്നുണ്ട് ജിൻഷാദ്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്താവനയാണോ ജിൻഷാദ് നടത്തുന്നത്? അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം അദ്ദേഹം പറയുകയാണ്, ഇപ്പം ഞാൻ വന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വോട്ട് മറിക്കണം, നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലിരിക്കുന്ന ഒരാളെക്കുറിച്ചൊക്കെ അങ്ങനെ എനിക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാം. അഷിതക്കും വേണമെങ്കിൽ പറയാം. അഷിതക്ക് വേണമെങ്കിൽ CPM നേതാക്കന്മാരുടെ പേര് ഉദ്ധരിച്ചുകൊണ്ട് പറയാം. എൻ്റെ സഹ പാനലിസ്റ്റുകൾക്ക് വേണമെങ്കിൽ BJPയുടെയോ മറ്റ് സാംസ്കാരിക പ്രബുദ്ധതയായിട്ടുള്ള നേതാക്കന്മാരുടെ പേരൊക്കെ വേണമെങ്കിൽ അനവസരത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ശബരിനാഥൻ്റെ ഒരു ബൈറ്റ് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ശബരിനാഥനെ നിങ്ങൾ ഓൺ കോൾ റെക്കോർഡിലൊക്കെ നിങ്ങൾ സംസാരിച്ചു നോക്കൂ. അപ്പോൾ ശബരിനാഥിൻ്റെ മറുപടി നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാണെന്ന് അഷിതക്കും അറിയാം, എനിക്കും അറിയാം, ഇത് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ പത്മജ വേണുഗോപാലിനെ കുറിച്ചാണ്. ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകുന്നില്ല, ആര് പറഞ്ഞു, വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ ആളാണ് രാത്രിയിലായപ്പോൾ ഞാൻ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ എന്ത് പറയുന്നുള്ളതൊന്നും അതിൽ പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മടങ്ങി അത് അല്പസമയം തുടരുക. ഞാൻ M ജയചന്ദ്രനെ കൂടി ആദ്യഘട്ട ചർച്ചയിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തിക്കോട്ടെ. ശ്രീ M ജയചന്ദ്രൻ, അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് വിഷയമാണ് പറയുന്നത്. ശരിക്കും അതിൽ ഇപ്പോൾ ഉല്ലാസ് പറയുന്നത് പോലെ അവരുടെ സംഘടനാപരമായ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടാകാം. പക്ഷേ അബ്ദുൽ സലാം എന്നൊരാളെ അവിടെ മാറ്റി നിർത്തുമ്പോൾ ഒരു നാടിന് അല്ലെങ്കിൽ ഒരു മതേതര നാടിന് അതിൽ അല്പമെങ്കിലും ആശങ്ക തോന്നുന്നത് ഉല്ലാസ് പറയുന്നത് പോലെ നമ്മൾ വർഗീയവാദികളായതുകൊണ്ടല്ല, അത് വ്യക്തമാണ്. അപ്പോൾ ആ നിലയിൽ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം തന്നെയല്ലേ ശ്രീ M ജയചന്ദ്രൻ? അത് ഇതിൽ ഒന്നിലേറെ പ്രശ്നങ്ങളുണ്ട് ഇത് ഈ ഒരൊറ്റ കേസിൽ തന്നെ അസിത. കാരണം ഇതിപ്പോ വേണമെങ്കിൽ ഇവരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ദൗർഭാഗ്യകരം എന്നങ്ങ് പറഞ്ഞ് മാറ്റിക്കളയാം. പക്ഷെ എനിക്കത് കഴിയാത്തത്
പിന്നെ ഞാൻ ഇവരുടെ പിന്നെ ചാനലിൽ ജനം ടി വിയിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എനിക്കൂടെ സമയമുണ്ടെങ്കിൽ ഞാൻ പോകാറുള്ള ഒരാളാണ് കേട്ടോ. പക്ഷെ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ മുസ്ലിം സമുദായത്തിനെ മുസ്ലിം സമുദായം എന്നൊരിക്കലും പിന്നെ ജനം ടി വിയിലെ അവതാരകരോ പാനലിസ്റ്റുകളോ പറയില്ല. അവർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ അതിനോട് പലവട്ടം കലഹിച്ചിട്ടുണ്ട്. ജിഹാദികൾ എന്നാണ് പറയുക, മുസ്ലിം സമുദായമല്ല, ജിഹാദികൾ. ഇതാണ് അവരുടെ പദപ്രയോഗം. ഞാൻ പറഞ്ഞ എന്ത് പിന്നെ നിലവാരമാണ് നിങ്ങൾ ഈ ഭാഷാ പ്രയോഗത്തിൽ തന്നെ പുലർത്തുന്നത്? ഇത് പിന്നെ നിങ്ങളുടെ പൊതു നിലപാട് ഈ കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലുള്ള പൊതു നിലപാടായിട്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് നിങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവർ ജിഹാദികൾ തന്നെയാണ് ആ സമുദായം മൊത്തത്തിൽ എന്ന് അടച്ചാക്ഷേപിക്കുന്ന നില അവരുടെ ചാനൽ തന്നെ, ജനം ടി വി എന്ന ചാനൽ തന്നെ അവിടുത്തെ അവതാരകരും പാനലിസ്റ്റുകളായിട്ട് വരുന്ന BJP നേതാക്കളും ഉന്നയിക്കുന്നതിനെതിരായി കലഹിച്ചിട്ടുള്ള ആളാണ്. ആ ചാനലിലും പോയി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ എന്ന അനുഭവമാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇപ്പൊ ഇവിടെ അബ്ദുൽ സലാം പറയുന്നു പിന്നെ മോശമായി പോയി എങ്കിലും അപമാനിക്കപ്പെട്ടതായി താൻ കരുതുന്നില്ല. പക്ഷെ ആ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് പിന്നെ അത്തരത്തിലുള്ള അപമാനം ഉണ്ടാവുന്നത് പിന്നെ ഇപ്പൊ 18ാം ലോക്സഭയിലേക്കാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 17ാം ലോക്സഭയാണല്ലോ ഇപ്പൊ കഴിയാൻ പോകുന്നത്. ഈ 17ാം ലോക്സഭയിൽ പാർലമെന്റിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു മുസ്ലിം അംഗം BJPക്ക് ഇല്ല എന്നുള്ളത് യാദൃശ്ചികമാണോ? യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ തന്നെ ഒരു 2.5 കൊല്ലം മുമ്പ് ഈ വിഷയം ചർച്ച ആരംഭിച്ചിരുന്നു. പല ചാനലുകളും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു. പിന്നീടാണ് പലരും അതിലേക്ക് വരുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് യാദൃശ്ചികമായ ഒരു നടപടിയാണോ, അല്ലെങ്കിൽ നിഷ്കളങ്കമായ രാഷ്ട്രീയ പ്രവൃത്തിയാണോ ആ സംഘടനയുടെ? അങ്ങനെ പിന്നെ BJP നേതാക്കൾ പോലും കരുതില്ല കേട്ടോ. അത് തീരുമാനമാണ്, ബോധപൂർവമായ തീരുമാനമാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കൂ, ഇവിടെ 28% പിന്നെ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കേരളം. ക്രൈസ്തവർക്കാണെങ്കിൽ 18%, ഹൈന്ദവർക്കാണെന്നുണ്ടെങ്കിൽ 54%. ഇതാണ് നമ്മളുടെ ആ ഒരു ജനസംഖ്യ വിഭജനം എന്ന് പറയുന്നത്. ഇവിടെ അത്രയും ജനസംഖ്യയുള്ള ഒരു ഈ സമുദായത്തിന് കൊടുക്കുന്ന പരിഗണന, അതൊക്കെ അവരുടെ കാര്യം. ആ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ പിന്നെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ അങ്ങനെയല്ല മോദിജിയെ കാണുന്നതെന്നൊക്കെ അബ്ദുള്ള കുട്ടി തന്നെ പലവട്ടം പറയാൻ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതേ ഇല്ല. അത് പിന്നെ അവരുടെ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സമുദായം മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ ഉണ്ട്. അദ്ദേഹം എന്നെ വർഗീയവാദിയെ ആക്ഷേപിക്കുന്ന ആ ഒരു ഇതൊക്കെ നിലപാടൊക്കെ നമുക്ക് ഇപ്പോഴേ മുമ്പിൽ കാണാം. പക്ഷെ ഈ സമുദായം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ചാനലില്, ജനം ചാനലിൽ BJP പ്രതിനിധിയോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ചാനലിൽ ഞാൻ പലപ്പോഴും കലഹിച്ചു എന്ന് പറയുന്ന ആ കാര്യം ഉണ്ടല്ലോ, ഇതിനു വേണ്ടി തന്നെ അത് ആ ചാനലിലെ ആൾക്കാർ നിരന്തരം പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കൂ. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനെ മുസ്ലിം സമുദായം എന്ന് പറയാതെ ജിഹാദികളുടെ സമുദായം എന്ന് അടച്ചാക്ഷേപിക്കുന്നതിന്റെ കാര്യം എന്ത് എന്നുള്ളത് താങ്കൾ ചോദിക്കണം BJP പ്രതിനിധി. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ സമുദായത്തിനുള്ള മെസ്സേജ് ആയിട്ട് വരികയാണ്. അതിന് തുടർച്ച തന്നെയാണ് പിന്നെ ശ്രീ അബ്ദുൽ സലാമിനെ ഇന്ന് നേരിടേണ്ടി വന്നത് എന്ന് അസിത ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അസിതയെ ആക്ഷേപിക്കുക, അസിതയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പറയുക, കൈരളി ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് പിന്നെ ആക്ഷേപിക്കുക. ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത്, കൈരളി അല്ലാതെ കേരളത്തിലെ ഒരു ചാനൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ചർച്ചയ്ക്കെടുക്കാൻ ധൈര്യപ്പെടാത്തത്? അതാണ് ആലോചിക്കേണ്ടത്. എന്താണ് കൈരളി അല്ലാതെ കേരളത്തിലെ മറ്റൊരു ചാനൽ ഈ നിർണായകമായ വിഷയം ഈ തരത്തിൽ അതിന്റെ ആഴത്തിലും പരപ്പിലും ചർച്ച ചെയ്യാനായിട്ട് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ള കാതലായ വിഷയമാണ് കേരളീയ സമൂഹത്തിന് മുമ്പാകെ ഇന്ന് ചർച്ചയ്ക്ക് വരേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ കാര്യം. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് കൂടെ അക്ഷത ഞാനെന്ന് പറഞ്ഞോട്ടെ. ഈ BJP CPM ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത് കേട്ടോ. ഈ GK എന്ന് പറഞ്ഞ G കാർത്തികേയന്റെ മരണശേഷം 2015 ജൂൺ 27 അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ബൈ ഇലക്ഷൻ നടക്കുന്നത്. സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി GKയുടെ മകൻ ശബരിനാഥൻ, പിന്നെ CPMന്റെ സ്ഥാനാർത്ഥി M വിജയകുമാർ, BJPയുടെ സ്ഥാനാർത്ഥി O രാജഗോപാൽ. ആ ഇലക്ഷൻ ഹിയറിംഗിന്റെ സമയത്ത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. ഉമ്മൻചാണ്ടി പറയുകയാണ്, അരുവിക്കരയിൽ മത്സരം
കോൺഗ്രസും BJPയും തമ്മിലാണ്. കേട്ടോണം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുകയാണ് അരുവിക്കരയിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവിടെ ശബരിനാഥൻ ജയിക്കുന്നത് 10,128 എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 10,100 വെച്ചോളൂ. അതിനകത്ത് ഭൂരിപക്ഷമാണ്. രണ്ടാം സ്ഥാനത്താണ് വിജയകുമാർ, മൂന്നാം സ്ഥാനത്താണ് രാജഗോപാലിന് കിട്ടുന്ന 33,000 വോട്ടുമാണ്. 42,000 വോട്ടാണ് വിജയകുമാറിന്, 52,000 വോട്ടാണ് ശബരിനാഥനും കിട്ടുന്നത്. അപ്പൊ അവിടെ പക്ഷെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. അതിന്റെ എക്സ്റ്റൻഷനാണ് ഇ പി ജയരാജനെ സംബന്ധിച്ച് വ്യാപകമായി പുറകെ നടന്ന് വേട്ടയാടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് കോൺഗ്രസ്സുകാർ. അതിന്റെ അതൊരു ഗെയിം പ്ലാൻ ആയിരുന്നല്ലോ, ടാക്ടിക്കൽ ഗെയിം പ്ലാൻ ഉമ്മൻചാണ്ടിയുടെ. അതേ ഗെയിം പ്ലാൻ കേരളത്തിൽ LDF കൺവീനർ ഇറക്കി എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പം അടുത്ത ചോദ്യമുണ്ട്, എന്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തിരിച്ചു പറഞ്ഞു ഇവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നാണല്ലോ പറഞ്ഞത്? അതെ, അവരങ്ങനെയാണ് പറയേണ്ടതും. അന്ന് KPCC പ്രസിഡന്റ് ഈ 2015 VM സുധീരനായിരുന്നു, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. ഞാനത് തിരുവനന്തപുരം ജോലി ചെയ്യുകയാണ്, അതുകൊണ്ട് കൂടുതൽ കൃത്യമായി എനിക്ക് പറയാൻ പറ്റും. അന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, മുഖ്യമന്ത്രിയും ഗോവിന്ദമാഷും പറഞ്ഞത് ഇവിടെ കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നുള്ളത് കൃത്യമായി തന്നെ അവരുടെ അഭിപ്രായം നിർവചിച്ച് അവർ പറയുകയും ചെയ്തു. അപ്പൊ അന്ന് ഉമ്മൻചാണ്ടി എന്താണോ പറഞ്ഞത് ആ ഗെയിം പ്ലാനിന്റെ വേറൊരു ടാക്ടിക്കൽ ഗെയിം പ്ലാനാണ് LDF കൺവീനർ ഇവിടെ നടത്തിയത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയമായ കൊടുക്കൽ വാങ്ങലുകൾ കേരള രാഷ്ട്രീയത്തിൽ മുൻപ് നടന്നിട്ടുണ്ട്. അത് പുതിയതൊന്നുമല്ല. അതിനു മുൻപ് നടന്നു. എന്നാണെന്നറിയാമോ? 91-ലാണല്ലോ നിയമസഭയും രാജീവന്റെ മരണത്തോടെ ലോക്സഭ ഒന്നിച്ചാവുന്നത്. അന്ന് ബേപ്പൂർ വടകര മോഡൽ രത്നസിംഗും മാധവൻകുട്ടിയും രണ്ടുപേരും മത്സരിച്ചത് ഓർമ്മയില്ലേ? BJPയുടെ സ്ഥാനാർത്ഥികളായി. കുപ്രസിദ്ധമായ വടകര ബേപ്പൂർ മോഡൽ എല്ലാവരും ഇപ്പോഴും ഓർമ്മിക്കുകയും പറയുകയും ചെയ്യുന്നില്ലേ? ഇല്ലേ? അതാരാണ് ചെയ്തത്? കോൺഗ്രസും BJPയും തമ്മിലായിരുന്നില്ലേ? അപ്പൊ ആ ബാന്ധവം കേരള രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഒരു അന്തർധാര പോലെ തന്നെ സജീവമായി നിലനിൽക്കുന്നത് കേരള രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള, ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് പറയാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അത് പറയാൻ വരും. അത് മനസ്സിലാക്കാതെ വെറുതെ കേവലം രാഷ്ട്രീയ പ്രസംഗം മാത്രമായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് അങ്ങനെയല്ല, എല്ലാം CPM തലയിലേക്ക് വെച്ച് കെട്ടാനുള്ള വ്യഗ്രതയും കൂടും എന്നുള്ളതാണ് ഗുണപാഠം ഇക്കാര്യത്തിൽ. ഞാൻ വരാം. ശ്രീ ഉല്ലാസ് ബാബു, വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. നോക്കൂ, ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതൊരു പ്രശ്നമേ അല്ല, മാധ്യമ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായി അപ്പോൾ നമുക്ക് തോന്നുന്ന സംശയം, ഇവിടെ എല്ലാവരും ഇവിടെ ആവർത്തിച്ചതുപോലെ ഇപ്പോൾ നോക്കൂ, രണ്ട് ഘട്ടത്തിലാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. കേരളത്തിൽ 4 മണ്ഡലങ്ങൾ കൂടി മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകെ ഇന്ത്യയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട് ഉല്ലാസ് ബാബു? അത് ഈ ഒരേ ഒരു അബ്ദുൾ സലാം മാത്രമല്ലേ ഉള്ളൂ? അതിനപ്പുറത്തേക്ക് മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ എന്തുകൊണ്ട് BJPക്ക് ആകുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ എത്രമാത്രം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം? വിഷം പുരട്ടിയ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എപ്പോഴൊക്കെ മത്സരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച് പ്രഖ്യാപിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 16 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചതിൽ എത്ര വനിതകളുണ്ട്, നിങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചതിൽ എത്ര വനിതകളുണ്ട്, അത് ചോദിക്കാൻ ഇന്നുവരെ തയ്യാറാവാത്തത്? ഈ വനിതാ ബില്ല് കൊണ്ടുവന്ന ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടന കൃത്യമായിട്ട് വനിതാ പ്രാതിനിധ്യം കൊടുത്ത് ഈ 16-ൽ ഇത്ര വനിതകളെ ഞങ്ങൾ മത്സരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ 20 LDF ആളുകളും പ്രഖ്യാപിച്ച സമയത്ത് അതിൽ എത്ര പേരുണ്ടെന്നും കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കില്ല. കാരണം ഒരു സംശയമുണ്ട്. ഞാൻ നിങ്ങളെ പോലെ വർഗീയം ഉരുട്ടി ഉണ്ണാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നേ. എനിക്ക് അങ്ങനെ ഒരു അജണ്ടയുമില്ല. അബ്ദുൽ സലാം സാറിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും മണിപ്പൂർ കലാപത്തിനും ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്കും ഒക്കെയും കൂട്ടുനിന്നവർ ഇന്ന് ഈ ലോകം കണ്ട, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷർ, അതിന് ചോദ്യം ചോദിക്കുന്നവർ വർഗീയവാദികൾ അല്ലേ? പറയൂ, ധൈര്യമുണ്ടെങ്കിൽ പറയൂ. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു കുത്തി പറയുന്നത്? ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി
പട്ടികയിൽ എത്ര മുസ്ലിം എന്റെ ധൈര്യത്തിനൊന്നും മസീദ് അളക്കണ്ട കേട്ടോ. എന്റെ ധൈര്യത്തിനൊന്നും മസീദ് അളക്കാൻ വരണ്ട. എന്റെ ധൈര്യമൊക്കെ ഞാൻ കൃത്യമായി കൊണ്ടു നടന്നോളാം. നിങ്ങൾ ഒരു കാര്യം ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ കാടടച്ച് വെടിവെക്കണ്ടല്ലോ. ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടികയിൽ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്? കഴിഞ്ഞ ലോക്സഭയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? മറുപടി പറഞ്ഞാൽ തീരില്ലേ ആ പ്രശ്നം? അല്ല അസീദ, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? മുസ്ലിം വർണ്ണ ചിന്താഗതി ഉണ്ടാക്കി ഈ നാടിനെ വിഭജിച്ച് ഈ നാടിനകത്ത് വർഗീയത കുത്തിവെക്കണമെന്നുള്ള അജണ്ടയല്ലേ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ആ അജണ്ടയൊക്കെ നിങ്ങൾ വെച്ച് രാഷ്ട്രീയം കൊണ്ട് നടന്നോളൂ. ഞങ്ങളുടെ BJP സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റുകൾ കൃത്യമായിട്ടുണ്ട്. ജാതിയോ മതമോ വർഗമോ വർണ്ണമല്ല അടിസ്ഥാനം, വിജയമാണ്. ജയിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളെ കൃത്യമായി കണ്ടെത്തിയിട്ടാണ് 543 സ്ഥലത്തേക്ക് ഞങ്ങൾ മത്സരിക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് MP ആയി ഈ നാടിന്റെ ജനപ്രതിനിധിയായി റെപ്രസെന്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ നോക്കിയല്ല സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാറ്. അസിത മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ചോദിക്കണ്ട. പറയൂ ഉല്ലാസ് ബാബു, ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇത്രയും ആളുകളിൽ മുസ്ലിങ്ങളെ ഇല്ല എന്നുള്ളതാണോ? ജയസാധ്യത ഇല്ല ഒരു മുസ്ലിമിന് പോലും എന്നുള്ളതല്ലേ താങ്കൾ പറയാതെ പറഞ്ഞത്? വർഗീയ പക്ഷം അത് എന്റെ നാവിലേക്ക് അസിത വെച്ച് തരണ്ട. അല്ല, അസിതയുടെ മനസ്സിലുള്ള വർഗീയ പക്ഷം അത് എൻ്റെ നാവിൽ നിന്ന് വരുന്നതായിട്ട് അസിത വ്യാഖ്യാനിക്കേണ്ട. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന എൻ്റെ രാഷ്ട്രീയ സംഘടന ഇന്ത്യ മഹാരാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പ്രാപ്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വിജയപ്രതീക്ഷ ഉല്ലാസ് ബാബു, സിഎയുടെ കൂടി പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാം കേട്ടോ. നിങ്ങൾ അല്ല CAയുടെ പശ്ചാത്തലം ഇന്നലത്തെ മീഡിയ 1 ചർച്ച കേൾക്കണം അസിത. നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന പ്രതിനിധി വന്ന് പറഞ്ഞെന്താണെന്നറിയുമോ? ഇതൊന്നും ഇന്ത്യൻ മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന ആ ചർച്ചയൊന്നും ഇന്നലത്തെ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. ഉല്ലാസ് ബാബു, നോക്കൂ, ഇവിടെ കേരളത്തിലെ മുസ്ലിമിനെ ബാധിക്കുന്നതാണോ, ഇന്ത്യയിലെ മുസ്ലിമിനെ ബാധിക്കുന്നതാണോ, ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിമിനെ ബാധിക്കുന്നതാണോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം ഉല്ലാസ് ബാബു. ഞാൻ പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ് ഉല്ലാസ് ബാബു, സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചാണ്. അവരുടെ എത്രമാത്രം പ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതാണ് ഉല്ലാസ് ബാബു ചോദ്യം. പാർലമെന്റിൽ അവരുടെ ശബ്ദം കേൾക്കണ്ടേ? ന്യൂനപക്ഷമല്ലേ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗം? ഈ രാജ്യത്തെ ന്യൂനപക്ഷമല്ലേ? ആ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധീകരണം എങ്ങനെയായിരുന്നു കഴിഞ്ഞ പാർലമെന്റിൽ? ഉല്ലാസ് ബാബു 10 വർഷം ഭരിച്ചില്ലേ? ഉല്ലാസ് ബാബു പറയൂ, നിങ്ങൾ അവരെ എങ്ങനെ അഡ്രസ് ചെയ്തു? നിങ്ങൾ അവരെ എങ്ങനെ ഉൾക്കൊള്ളിച്ചു? വിഷം ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേ, എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ വരണം. ഞാൻ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന എൻ്റെ രാഷ്ട്രീയ സംഘടനയെ, ഞങ്ങൾ ജയിക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ മത്സര രംഗത്തിറക്കി ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നുള്ളത് കൃത്യമായ അജണ്ടയാ. കഴിഞ്ഞ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയത അല്ലേ? ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയത അല്ലേ? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഐതിഹാസികമായ ഒരു സമരം നടക്കുമ്പോൾ പ്രത്യേക വേഷധാരികളാണ് ആ സമരത്തിന് കാരണക്കാർ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവ് പറഞ്ഞത് അപ്പോൾ എന്താണ്? ഉല്ലാസ് ബാബു, മതനിരപേക്ഷതയാണോ അത്? അസിത ഈ ചർച്ചയുടെ തുടക്കം മുതൽ നടത്തുന്ന എന്താണ്? അബ്ദുൽ സലാം എന്ന് പറയപ്പെടുന്ന പേരുപയോഗിച്ച് ഒരു മുസ്ലിം സമൂഹത്തെ മുന്നിൽ നിർത്തി വർഗീയ പ്രചരണം നടത്തുന്ന ആ രാഷ്ട്രീയ നെറികേടാണ് അസിത ഈ ചർച്ചയിൽ മുന്നോട്ട് ഇതൊന്ന് കേൾക്കൂ താങ്കൾ, ഇതൊന്ന് കേൾക്കൂ. ഒച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നതാണ് വർഗീയതയെങ്കിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തെ നോക്കി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വസ്ത്രം ധരിച്ചവരാണ് ഈ സമരത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുമോ? ധൈര്യമുണ്ടോ അതിന് ഉല്ലാസ് ബാബു? ഇല്ലല്ലോ. നിങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത് മുതൽ ഈ നിമിഷം വരെ റിവൈൻഡ് ചെയ്ത് നോക്കണം. ഒരു സാധാരണക്കാരന്റെ മസ്തിഷ്കത്തിലേക്ക് വർഗീയ വിഷം തുപ്പുന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ട് നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? 4 വോട്ടിന് വേണ്ടിയായിരുന്നോ? പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന രീതിയിലേക്ക് വർഗീയതയെ ഇളക്കി വിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ വളരെ വിഷമുണ്ട് അസിത. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒരു ആങ്കറായിരുന്നു കൊണ്ട് ഒരു മാധ്യമ ചർച്ച ഇത്രയും മോശകരമായ രീതിയിൽ ഒരു വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലേക്ക് ഈ നാടിനെ 10 ആക്കുന്ന രീതിയിലും 16 ആക്കുന്ന രീതിയിലേക്കും കൊണ്ടെത്തിക്കുന്നത് അബ്ദുൽ സലാം എന്ന് പറയപ്പെടുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ഞങ്ങൾ 16 പേരും ആ വണ്ടിയിൽ കയറിയോ? ഇല്ലാലോ. അതിനകത്ത് കൃത്യമായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അതിലേക്ക് അബ്ദുൽ സലാം സാറും ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി
വർഗീയവാദിയുണ്ടോ? താങ്കൾക്ക് എന്നെ വർഗീയവാദിയാക്കാനാണല്ലോ വലിയ ആവേശം. നോക്കൂ, ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരാണ് വർഗീയവാദിയെങ്കിൽ ഒരു സമരത്തിൽ നോക്കി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട വസ്ത്രം ധരിച്ചവരാണ് ആ സമരത്തെ ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ വർഗീയവാദിയല്ലേ? CAA നടപ്പിലാക്കുന്നതിന് മുസ്ലിം ആണോ എന്ന് പരിശോധിക്കാൻ, സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്ന തഥാഗതരായപ്പോൾ വർഗീയവാദിയല്ലേ? അല്ലേ ഉല്ലാസ് ബാബു? അല്ലേ? താങ്കൾ അത് പറയൂ. താങ്കൾ എന്റെ ചോദ്യത്തിനാണല്ലോ താങ്കൾ ഇങ്ങനെ ആവർത്തിച്ച് രോഷാകുലനാകുന്നത്. ഞാൻ ചോദിച്ചത് ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രതിനിധാനം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് മറുപടി ഉണ്ടോ? ഉല്ലാസ് ബാബു? അല്ലല്ലോ നടത്തുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളും മറുപടി പറയണം. അങ്ങനെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ മറുപടി എനിക്കും വേണ്ട ശ്രീ ഉല്ലാസ് ബാബു. ഞാൻ മടങ്ങിയെത്താം. CP പ്രമോദ്, നോക്കൂ, ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെ BJP A ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വരവ് ഉൾപ്പെടെ അതിന് കാരണമാകുന്നു. 400 സീറ്റ് എന്ന് BJP പറയുമ്പോൾ ഇതിന് മുൻപ് 400 കടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. അന്ന് അവർക്ക് കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 13 സീറ്റാണ്. അപ്പോൾ നിലവിൽ ദക്ഷിണേന്ത്യ കൊണ്ട് മാത്രം BJPക്ക് അത് കടക്കാനാകില്ല. അതിൽ ഉത്തരേന്ത്യ കൊണ്ട് മാത്രമാകില്ല, ദക്ഷിണേന്ത്യയിൽ നിന്ന് വലിയ സീറ്റുകൾ വേണം. അത് ലക്ഷ്യമിട്ട് നിരന്തരം വരുമ്പോൾ പാലക്കാട് അതിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കാണുന്നു. ഇപ്പോൾ താങ്കൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആൾ കൂടിയാണല്ലോ. ഏത് നിലയിലാണ് നരേന്ദ്രമോദിയുടെ വരവ് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ BJPക്ക്? പാലക്കാട് മണ്ഡലം A ക്ലാസ് ആക്കിയതൊക്കെ അവരുടെ സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ഇവിടുത്തെ ഇവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ വോട്ടിൻ്റെ പെർസെൻറ്റേജുമായിട്ട് ഒരു പൊരുത്തമില്ലാത്തൊരു കാര്യം. BJPക്ക് അങ്ങനെ പാലക്കാട് മണ്ഡലം ജയിക്കാൻ ആവശ്യമായ ഒരു ചുരുങ്ങിയ 38-40% വോട്ട് ഇവിടെ ഇല്ല. അത് ഒരു നരേന്ദ്രമോദി ഒരു സന്ദർശനത്തോടെ ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ പാലക്കാട്ടെ അസംബ്ലി മണ്ഡലങ്ങളുടെ സെഗ്മെൻറ്റിൽ തന്നെ പരിശോധിച്ചാൽ അത് 5-ലും LDFന് മഹാഭൂരിപക്ഷമുണ്ട്. അന്ന് മാത്രമല്ല ബാക്കിയുള്ള 2 മണ്ഡലങ്ങളിലും LDFന് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം കിട്ടാവുന്നൊരു രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് A ക്ലാസ് ആക്കി എന്നുള്ളതെല്ലാം അവരുടെ മാത്രം സംഘടനാ തീരുമാനമാണ്. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഇവിടെ BJP പ്രതി ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ വർഗീയവാദികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങാടിയിൽ പോക്കറ്റടിച്ചോടുമ്പോൾ പോക്കറ്റടിക്കാരൻ മറ്റുള്ളവരെ പോക്കറ്റടിക്കാരെന്ന് വിളിക്കുന്നത് പോലെയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ഏതാണ്? ആ പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതിയാണ് പറയുന്നത്, മറ്റുള്ളവർ വർഗീയതയാണ് പറയുന്നത്. ഇവിടെ സലാമിനെ കയറ്റിയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വലിയ വിഷയമല്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അതേസമയത്ത് അദ്ദേഹം പറയുന്നു ഇവിടെ ജയിക്കാൻ പറ്റാവുന്ന കുറേ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷെ ജയിക്കാൻ പറ്റാവുന്നതാണെന്ന് BJP കരുതുന്ന സ്ഥാനാർത്ഥികൾ അയാളെ നരേന്ദ്രമോദിയോടൊപ്പം നിർത്താൻ ഒരു റോഡ് ഷോയിൽ പോലും നിർത്താൻ പരിഗണനാർഹമായ വ്യക്തിയല്ല എന്നുകൂടി അവരിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഇത് കയ്യോടെ പിടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ ചർച്ച ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അസഹിഷ്ണുത അതിൻ്റെ കൂടി പര്യായമാണ്. പിന്നെ BJPയും മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യവും തമ്മിലൊക്കെ ഉള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്നൊന്നും നമുക്ക് വോട്ടിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് സൂചിപ്പിക്കാനില്ല എന്ന് മാത്രമല്ല ഇതൊരു വർഗീയ പ്രചരണത്തിൻ്റെ ഭാഗവുമല്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇതല്ലാതെ നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് നമ്മൾ ഗുജറാത്ത് കലാപം ആരംഭിച്ച വിഷയമാണല്ലോ. ഒരു ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ട് ഉറ്റ ബന്ധുക്കൾ കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർക്ക് നീതി കിട്ടിയോ? സുപ്രീം കോടതി ഇടപെടലോടുകൂടി എവിടെ പോണ്ടി വന്നു? മഹാരാഷ്ട്രയിൽ പോയിട്ട് നിയമയുദ്ധം നടത്തേണ്ടി വന്നില്ലേ? ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവർ അവസാനം എന്ത് സംഭവിച്ചു? തുറന്നുവിട്ടില്ലേ ഗുജറാത്ത് സർക്കാർ? ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ട് അവരെ തിരിച്ച് വീണ്ടും ജയിലിൽ കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? ഇവിടെ ഇപ്പം പള്ളികളുടെ എല്ലാം ചോട്ടിൽ കുഴിച്ച് അവിടെ അമ്പലമുണ്ടോ വിഗ്രഹമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ? ഗ്യാൻവാബി, മഥുര, എത്ര പള്ളികളാണ്. അങ്ങനെ ഇത് വലിയൊരു വിഷയമാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ CAA പോലുള്ള പ്രശ്നങ്ങൾ വന്നത്. അവിടെ എന്താണ് അയൽ രാജ്യങ്ങളിലുള്ള ഒരു വിഭാഗത്തിന് മാത്രം ഇവിടെ ഒരു പൗരത്വത്തിൻ്റെ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ രൂപത്തിലും വരുമ്പോൾ നമുക്കറിയാം BJPയുടെ ഈ ഒരു നയം നമുക്ക് വളരെ പേറ്റൻ്റാണ്. എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 12-13%, 10-19 കോടി ജനങ്ങൾ ആ വിഭാഗത്തിലുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അടങ്ങുന്നതാണ്. അപ്പോൾ ഒരു ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും പ്രതിനിധികളുണ്ടാവും. അത് ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നമ്മളതെല്ലാം നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP തന്നെ എന്തിനാണ് മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് സലാമിനെ നിർത്തിയത്? എന്താ BJPക്ക് പാലക്കാട് സലാമിനെ നിർത്താൻ തോന്നാതിരുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുന്നതിൻ്റെ വിഷയം ജയസാധ്യതയാണെന്ന് അവർ പറയുന്നു. ആ ജയസാധ്യത സലാമിനുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ നിർത്തിയത്. അതുകൊണ്ടാണല്ലോ അവരുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിയെ പരിഗണിക്കാതിരുന്നത്. കണ്ണൂർ സലാമിനാണ് സാധ്യത. അതുകൊണ്ട് കണ്ണൂർ അബ്ദുള്ള കുട്ടിക്ക് സാധ്യതയില്ല. പക്ഷേ ആ സലാമിന് നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാനുള്ള യോഗ്യതയില്ല.
ഇവിടെയാണ് പ്രശ്നം. ഇത് കയ്യോടെ പിടിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായി. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു നേരത്തെ ജയേന്ദ്രൻ സാറ് തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഞാനത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു. BJPയും കോൺഗ്രസും തമ്മിലാണ് ഫൈറ്റെന്ന് ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി നിഷേധിക്കാൻ തയ്യാറായില്ല. അന്ന് കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്തു. ഇത് എന്തൊരു യാഥാർത്ഥ്യബോധത്തിൽ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ EP ആവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, ഗോവിന്ദ മാഷട്ടെ, ഇതെല്ലാം ക്ലാരിഫൈ ചെയ്തു പോയി. ഇപ്പം അത്തരമൊരു വിഷയം നിലവിലില്ല. പിന്നെ ഈ പറയുന്ന മുണ്ടേല മോഹനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു, എന്താണ് സംഗതി ഞങ്ങളറിയില്ല. പാലോട് രവിയോട് ചോദിക്കണം. അദ്ദേഹം DCCയുടെ ട്രഷററായി നോമിനേറ്റ് ചെയ്യാൻ പോയത് മുണ്ടേല മോഹനെയാണ്, ഏക ട്രഷറായിട്ട്. ഒറ്റ നോമിനേഷനേ പോയുള്ളൂ, നിയമനം നടന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ചോദിക്കണം. പക്ഷെ ദൗർഭാഗ്യവശാൽ KPCC അതിനകത്ത് ഇന്നേ വരെ അദ്ദേഹത്തിന് ഷോക്കോസ് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല, ഇത്രയും വലിയ പ്രശ്നം വന്നിട്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ദിൽഷാദ് ഇവിടെ പറഞ്ഞു കേട്ടു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷാഫി അവിടെ പരാജയപ്പെടും. ഇതാണ് സുരേന്ദ്രൻ പറഞ്ഞ വിഷയം. ഷാഫി അല്ലെങ്കിൽ പരാജയപ്പെടും. അതിനിപ്പോൾ BJPയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. വടകര മണ്ഡലം ഇതിനോടകം തന്നെ ടീച്ചർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് സംഭവിക്കും. പിന്നെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നടത്തുന്ന പ്രത്യേക ചില ഫോർമേഷൻസ് ഉണ്ട് ഇവർ. ആ ഫോർമേഷൻ വടകര മണ്ഡലത്തിലൂടെ സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ ആ ഫോർമേഷൻ അവിടെ നടക്കാത്തത് കൊണ്ട് അത് ആ പരീക്ഷണം പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. അങ്ങനെ സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ലല്ലോ ഇവിടെ ക്ലൂ വരുന്നത്. ഇവിടെ നേരത്തെ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട് കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധം. ഇപ്പം തന്നെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എവിടെയാണ്? അനിൽ ആൻ്റണി ആരുടെ മകനാണ്? അദ്ദേഹം AK ആൻ്റണിയിലും കരുണാകരനിലും കേന്ദ്രീകരിച്ച് പോളറൈസ് ചെയ്തൊരു പാർട്ടിയിലെ കോൺഗ്രസ്. A ഗ്രൂപ്പും I ഗ്രൂപ്പുമായിട്ട് ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയവരല്ലേ. ആ വീടുകളിൽ നിന്നല്ലേ ഇപ്പം അങ്ങോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJPക്ക് ഇവിടെ 10-16% പ്രാതിനിധ്യമേ ഉള്ളൂ. അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനകത്ത് കോൺഗ്രസിൻ്റെ നല്ല കൈ സഹായം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു 3ാം ജനറേഷൻ നേതാക്കന്മാർ മക്കളടക്കമുള്ളവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റെന്തോ ആണ് എന്ന് പറയുന്നതൊക്കെ ഒരു തന്ത്രം മാത്രമാണ്. അതിലൊന്നും യാതൊരുവിധ കഴമ്പുമില്ല എന്ന് മാത്രമല്ല, ഇവിടെ കേരള ജനതയ്ക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കേരളം ഇതുപോലെ നിൽക്കുന്നത്, കേരളം മതേതര പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഏക പശ്ചാത്തലം ഇവിടെ ഇടതുപക്ഷമാണ്. അതല്ല എങ്കിൽ പണ്ടേ ഇത് മാറിപ്പോയേനെ. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അനുദിനം അങ്ങോട്ട് പോകാം. തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച എത്ര പേരാണ് ഇവിടുന്ന് അങ്ങോട്ട് മാറിയത്, കോൺഗ്രസ് നിന്ന് BJPയിലേക്ക് പോയത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം വരുമെന്നവർ പ്രതീക്ഷിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചുകൂടായികയില്ല. കാരണം മഹാരാഷ്ട്രയിൽ അശോക് ചവാന് പോകാം. അദ്ദേഹം ആരായിരുന്നു നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് കണക്കിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംബന്ധിച്ച് പറയാനുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നേരത്തെ ഈ ചർച്ചയുടെ 2ാം പോയിന്റ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്, എത്ര കണ്ട് പ്രതീക്ഷ പാലക്കാട് BJPക്ക് ഉണ്ടാകും. പാലക്കാട് മാത്രമല്ല, A ക്ലാസ് മണ്ഡലമായി BJP സംഘടനാ തലത്തിൽ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJP എന്ത് ഹോംവർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്? ഈ വർഗീയ ഭരണമല്ലാതെ കേരളത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരുന്നു, വല്ലതും നിറവേറ്റിയോ? ഇവിടെ മലയാളികളായിട്ട് 2 സ്ഥാനാർത്ഥികൾ, അവർ കേന്ദ്രമന്ത്രിമാരാണല്ലോ. അവരേതെങ്കിലും സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തിലധികം കേരളത്തിൽ വന്ന് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈ കേരളത്തിലെ ജനതയ്ക്ക് ആശ്വാസകരമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വരുന്ന സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ടില്ല. അന്ന് ഈ മീഡിയ എല്ലാം പറഞ്ഞല്ലോ, എന്തോ ചില പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു, നരേന്ദ്രമോദി സമ്മാന വർഷവുമായിട്ട് വരാൻ പോകുന്നു. എന്തെങ്കിലും പറഞ്ഞോ കേരളത്തിന് വേണ്ടി? ആദ്യഘട്ടത്തിലും ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം കൂടി വന്നതുകൊണ്ട് ഞാൻ വരാം ജിൻഷാദ്. നോക്കുമ്പോൾ 2 ഘട്ടങ്ങളിലായി ശ്രീ M ജയചന്ദ്രനും ശ്രീ പ്രസാദും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി, പ്രമോദും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ജിൻഷാദിലേക്ക്. ജിൻഷാദ്, അഷിത, എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കണം, കുറച്ച് അധികം സമയം തരണമെന്ന് ഞാൻ ആമുഖമായിട്ടൊന്ന് പറയുകയാണ് ഈ സെക്ഷനിൽ. അതിൽ ഇപ്പോൾ സഖാബ് പ്രമോദ് സാറും അതുപോലെ ജയചന്ദ്രൻ സാറും പറഞ്ഞൊരു കാര്യം, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അഷിത ഈ കൈരളിയുടെ ചാനലിൻ്റെ റെക്കോർഡിംഗ് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ അഷിതക്ക് തന്നെ മനസ്സിലാകും. ഇപ്പോൾ ജയചന്ദ്രൻ സാറ് പറഞ്ഞത് എന്താണ്, അത് ഗെയിം പ്ലാനാണെന്ന്. ഇപ്പോൾ CPM ഈ EP ജയരാജൻ്റെ പ്രസ് ബൈറ്റിൽ അദ്ദേഹം BJP ആണ് CPMൻ്റെ മുഖ്യ എതിരാളി കേരളത്തിലെന്ന് പറഞ്ഞതിൽ രാഷ്ട്രീയ പ്രതിസന്ധി വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗെയിം പ്ലാൻ ഇന്നത്തെ LDFൻ്റെ കൺവീനർ അതേപാടി പ്ലാൻ ചെയ്ത് നടത്തുകയാണെന്ന് പറയുമ്പോൾ ജയചന്ദ്രൻ സാറിൻ്റെയൊക്കെ ഇത്രയും സീനിയറായ
മാധ്യമപ്രവർത്തകൻ്റെയും സഖാവ് പ്രമോദിൻ്റെയും ഒക്കെ രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത് വിശദീകരിച്ച് പറയാനുള്ള സമയം എനിക്ക് നിങ്ങൾ തരില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞതിൽ ഇന്ന് ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയരുത്. പറയാത്ത കാര്യം താങ്കളിപ്പോൾ പറഞ്ഞല്ലോ. പത്രപ്രവർത്തകർ പലതും അപ്പോ അന്നത്തെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് നിങ്ങളൊന്ന് മാറ്റി പറയുകയാണ്. അന്ന് നിങ്ങൾ ഉമ്മൻചാണ്ടിയെയും UDF-നെയും കോൺഗ്രസിനെയും വേട്ടയാടിയപ്പോ പത്രഭാഷയിൽ ആരെങ്കിലും പറഞ്ഞു കാണും. അതൊന്നും എന്റെ വായി തരുകരുത്. എന്നുള്ളതാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് BJP സഹായിക്കാനായിരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി മറുവശത്തുണ്ടാകുമല്ലോ. ഉമ്മൻചാണ്ടി പറഞ്ഞതിന് UDF-ൽ ഒരു മനുഷ്യൻ ഇന്നിവിടെ നിഷേധം കഴിഞ്ഞല്ലോ. താങ്കളൊന്ന് പറയട്ടെ. ഞാൻ വസ്തുതാവിരുദ്ധമായി പറയല്ലേ. വസ്തുതാവിരുദ്ധമായി പറയരുത്. സാറൊന്നും മിണ്ടല്ലേ സാറേ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യത്തിക്കുള്ള സമയം കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് കോൺഗ്രസിനെ വേട്ടയാടിയ ഇടതുപക്ഷം BJPക്ക് താരാട്ട് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞ ഇടതുപക്ഷവും DYFIയും എല്ലാം അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ വാക്കിനെ ഇന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടെ BJP ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് താരാട്ട് പാട്ട് പാടുന്നത് CPM ആണെന്ന് ഞാൻ ആധികാരികമായി തന്നെ പറഞ്ഞതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ പ്രമോദ് ഉൾപ്പെടെയുള്ള ആൾ പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിലേക്ക് പോയി. ഞങ്ങൾ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഒന്നും നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നില്ല. കാരണം അവർ പോയി, അവരുടെ കൂടെ ഒരു നിഴൽ പോലും പോകാനുണ്ടായില്ല. പത്മജ വേണുഗോപാലിൻ്റെ കൂടെ അവരുടെ ഫേസ്ബുക്കിൻ്റെ അഡ്മിൻ പോലും പോകാനുണ്ടായിരുന്നില്ല. മറിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന കർണാടകയിലെ കോൺഗ്രസിലേക്ക് വരുന്ന BJPയുടെ മുൻ മുഖ്യമന്ത്രിമാർ 2 പേരാണ്. അതിൽ ജഗദീഷ് ഷെട്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു. സദാനന്ദ ഗൗഡ ഈ വരും ദിവസങ്ങളിൽ ഞങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതുപോലെ ഇന്നിപ്പോൾ കേരളത്തിലെ JDS CPM-നോടൊപ്പം നിൽക്കുന്ന, അതായത് ദേവഗൗഡയുടെ JDS കർണാടകയിൽ BJP-യോടൊപ്പമാണ്. പറയട്ടെ അശിത, പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ. കാരണം എനിക്ക് എല്ലാവർക്കും പറയണ്ടേ, ഇവരോടൊക്കെ മറുപടി കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറുതെ ഇവർക്കൊക്കെ വേണ്ടി സമയം ജഗദീഷ് ഷട്ടാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പോഴും കോൺഗ്രസിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ കുറിച്ച് ദുരന്തം എന്ന് പറഞ്ഞത് മാത്രം. സോറി, ഞാൻ ചാണ്ടി ഉമ്മൻ എന്നാണ് കേട്ടത്. ഞാൻ ഓർത്തു ഈ ഇതിനോട് ചേർത്ത് ഈ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് താങ്കൾ പറഞ്ഞതാണെന്ന് ഞാൻ കരുതി. ശരി ജിൻഷാദ്, അത് പൂർത്തിയാക്കിക്കോളൂ. ഭാവിയിൽ വരും, പേടിക്കണ്ട. ശരി. ചാണ്ടി ഉമ്മൻ മാത്രമല്ല, KPCC മൊത്തം കടയോട് കൂടെ ഇങ്ങോട്ട് വരുന്നു. ഒരു സംശയം വേണ്ട. നിങ്ങളുടെ കോൺഗ്രസും CPM ഒക്കെ വരും. ഒരു പേടി വരും. ജിൻഷാദ് പറയൂ. ജിൻഷാദ്, അപ്പോൾ ഞാൻ പറഞ്ഞത് അഷിത, ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. NCPയുടെ പകുതി കഷണം അവർ അടർത്തിക്കൊണ്ടുപോയി, ശിവസേനയെ പകുതി അടർത്തിക്കൊണ്ടുപോയി. ആം ആദ്മിയുടെ MLA-മാർ BJPയിലേക്ക് പോയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA BJPയിലേക്ക് പോയിട്ടുണ്ട്. CPM-ന്റെ MLA-മാർ ത്രിപുരയിലും ബംഗാളിലും BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മുൻ CPM-ന്റെ മന്ത്രി ഉൾപ്പെടെ, MP ഉൾപ്പെടെ, MLA ഉൾപ്പെടെ, പിന്നീട് NDAയുടെ ഭാഗമായി മത്സരിച്ചതും കേന്ദ്രമന്ത്രിയായി ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഇവർ ജനാധിപത്യ ധ്വംസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉൾപ്പെടെ, ED ഉൾപ്പെടെ, CBI ഉൾപ്പെടെ ഇവർ ഈ രാജ്യത്തെ പ്രതിപക്ഷ നിരയെ മുഴുവൻ കീറി മുറിക്കാൻ നോക്കുകയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും പോകുമ്പോൾ ഈ CPM കാണിക്കുന്ന ആവേശം ഈ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇവർക്കില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ദേവഗൗഡ BJPയുടെ ഭാഗമാണ്. ദേവഗൗഡയുടെ പാർട്ടിയിൽ നിന്നും 1/2 ഡസൻ MLA-മാരും MP-മാരും കോൺഗ്രസിൽ ചേർന്നു. കർണാടകയിലെ BJPയുടെ 2 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിലേക്ക് ചേർന്നു. അതുപോലെ MLA-മാർ, അതുപോലെ തന്നെ NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള BRS-ന്റെ തെലങ്കാനയിലെ വെങ്കടേഷ് ഉൾപ്പെടെ 2 MP-മാർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഹരിയാന, ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാൻ,
ഈ രാജസ്ഥാനിലെ ഹിസാറിൽ നിന്നുള്ള MP ബ്രിജേഷ് സിംഗ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. രാജസ്ഥാനിലെ ചുരുവിൽ നിന്നുള്ള രാഹുൽ കസ്വാൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് BJP-യിൽ നിന്നും. UP-യിലെ BSP-യുടെ ഡാനിഷ് അലി MP കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. അതുപോലെ BSP-യുടെ ശ്യാം സിംഗ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും BJP-യിലേക്ക് പോയ ഒരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് പറഞ്ഞത് എന്താണ്? BJP എന്നെ വിരട്ടുകയാണ്, എനിക്ക് ജയിലിൽ കിടക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ നെഞ്ചുരുങ്ങുന്ന വേദനയോടെ BJP-യിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ, ഞങ്ങൾക്ക് മതനിരപേക്ഷതയെ സംരക്ഷിക്കും എന്ന ഉറപ്പിലാണല്ലോ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ അവർ BJP ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഭീഷണിയിൽ വീണ് BJP-യിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോൾ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ആരാകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ജിൻഷാദ് ഇപ്പോൾ BJP-യിൽ നിന്നും മടങ്ങിയെത്തിയ കോൺഗ്രസുകാരുടെ ലിസ്റ്റ് ജിൻഷാദ് നിരത്തുന്നുണ്ട്. പക്ഷേ ഈ പത്മജ വേണുഗോപാൽ അടക്കം ഇനി കേരളത്തിൽ നിന്ന് പോകാനിരിക്കുന്ന നീണ്ട നിരയെക്കുറിച്ച് പറയുന്നുമുണ്ടല്ലോ ജിൻഷാദ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അത് പക്ഷേ ഉണ്ടാകാം. പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ എല്ലാവരും പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചായതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിലിരിക്കുന്ന പ്രമോദ് ഉൾപ്പെടെ BJP-യുടെ പാർട്ടിയിലെ പൊട്ടിത്തെറി ഈ സംസ്ഥാനത്തോടൊന്ന് വിളിച്ചു പറയാൻ തയ്യാറാകണം. ഈ കേരളത്തിനകത്ത് ഇപ്പോൾ CK പത്മനാഭൻ ഉൾപ്പെടെ BJP-യിൽ പൊട്ടിത്തെറി നടത്തുന്നത് ഈ CPM ഒന്ന് വിളിച്ചു പറയേണ്ടി, ഒന്ന് ജനങ്ങളെ പറ്റിക്കാനെങ്കിലും വിളിച്ചു പറയേണ്ടി എന്നുകൂടി ഒന്ന് പറയുകയാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന വാർത്ത എന്താണ്? ബീഹാറിലെ NDA RLJP ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബീഹാറിലെ NDA മുന്നണിയിൽ മുന്നണിയിലെ RLJP-യുടെ കേന്ദ്രമന്ത്രി പശുപാൽ പരസ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. അവിടെ വലിയ പൊട്ടിത്തെറിയാണ്. NDA മുന്നണി മുച്ചോട് മുടിയുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. 418 സീറ്റ് BJP-ക്ക് പിടിക്കുമെന്ന് ന്യൂസ് 18 ചാനൽ ഉൾപ്പെടെ നരേന്ദ്രമോദി 400 സീറ്റ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ 400 സീറ്റ് പിടിക്കുമെന്നും ബോധിക്കും BJP-ക്കും ഇത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ ED അന്വേഷണവുമായി അവരെ വേട്ടയാടുന്നതിനാണ്. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനാണ്. അപ്പോൾ BJP-ക്ക് അവരുടെ അടി തെറ്റിയിരിക്കുകയാണെന്നേ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് ഇത്തവണ വലിയ വീഴ്ച ഉണ്ടാകുമെന്നതിൽ ഒരു തർക്കം വേണ്ട. പിന്നെ ഇവിടെ പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് വന്ന് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് വന്ന തെരഞ്ഞെടുപ്പിൽ 3000-ഓളം വോട്ടുകൾക്ക് പാലക്കാട്ടെ ജനത ഷാഫി പറമ്പിലെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ, അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ MP ആകും. ഇവിടെ ഇദ്ദേഹം പ്രമോദ് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ടീച്ചർ ജയിക്കുമെന്ന്. ടീച്ചറുടെ കാര്യത്തിൽ പ്രമോദ് സഖാവ് ടെൻഷൻ അടിക്കേണ്ട. കാരണം റിസൾട്ടിൻ്റെ അന്ന്, കൗണ്ടിങ്ങിൻ്റെ അന്ന് 8:30 മണിക്ക് റിസൾട്ട് വരും. ടീച്ചർ പരാജയപ്പെടും. 10 മണിയാകുമ്പോൾ ടീച്ചർക്ക് തിരിച്ച് മട്ടന്നൂരിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതിൽ ടെൻഷൻ വേണ്ട. പിന്നെ വരാൻ പോകുന്ന പാലക്കാട് ആ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുമെന്നതിൽ ഒരു തർക്കം വേണ്ട. കാരണം BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിൽ കാരണം ജിൻഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ആകാംക്ഷയോടെ ഒരേ മനസ്സോടെ അവസാന നിമിഷങ്ങളിൽ കണ്ട ഒരു വോട്ടെണ്ണൽ മണ്ഡലം കൂടിയായിരുന്നു അത് പറയാതിരിക്കാനും വയ്യ. ഞാൻ ചുരുക്കുന്നു. ശ്രീ M ജയചന്ദ്രൻ ചുരുങ്ങി ഒറ്റ മിനിറ്റിൽ മറുപടി. ഇപ്പോൾ ജിൻഷാദ് അവസാനം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. NDA എന്നുള്ള സഖ്യത്തിൽ നിന്ന് പലയിടത്തും BJP-യിലേക്ക് മാറുന്നു. ഒരു 10 സെക്കൻഡിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വളരെ വേഗം ജിൻഷാദ്, സമയമില്ല, ഇപ്പോൾ തന്നെ എക്സീഡ് ആയിട്ടുണ്ട്. വളരെ വേഗം ഒരു 10 സെക്കൻഡിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം. ഇപ്പോൾ നമ്മുടെ ഭാരത് ന്യായ് യാത്രയുടെ സമാപനത്തിന് CPI-യുടെ നേതാക്കന്മാരും അതുപോലെ CPM-ന്റെ നേതാക്കന്മാരും പങ്കെടുത്തില്ല. അവർ പറഞ്ഞ കാരണം വയനാട് രാഹുൽ ഗാന്ധി, ആലപ്പുഴയിൽ KC വേണുഗോപാൽ. ഞാൻ ചോദിക്കട്ടെ, വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അവിടെ CPI ജയിക്കുമോ? അവിടെ MI ഷാനവാസ് 2 ടൈമിലും എത്ര ലക്ഷം വോട്ടിനാണ് ജയിച്ചത് അറിയാം. വയനാട് പോലത്തെ ശ്രീ M ജയചന്ദ്രൻ, ഞാൻ അപ്പോൾ ചോദ്യം വെട്ടുന്നു. ആ സമയം കൂടി എടുത്ത് ജിൻഷാദ് പറഞ്ഞ കാര്യത്തിനോട് ചേർത്തൊരു മറുപടി വൈൻഡപ്പ് ചെയ്യാം. അതെ, പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ മറ്റൊന്നുമില്ല. കാര്യം നമ്മളിപ്പോ ഇലക്ഷൻ ഇയറിംഗിലേക്ക് കടന്നു കഴിഞ്ഞല്ലോ. കേരളത്തിന്റെ പൊതുസ്ഥിതി കഴിഞ്ഞ തവണ 2019 എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അന്നുണ്ടായിരുന്ന ശബരിമല എന്ന് പറഞ്ഞ ആ ശബരിമല എഫക്റ്റ് ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ചെറിയൊരു പരിധിവരെ ഉണ്ട്. രാഹുൽ ഗാന്ധി ആയിരുന്നു വലിയ എഫക്റ്റ്. അത് ഇത്തവണ പ്രധാനമന്ത്രിയാകാൻ പോവുകയില്ല അദ്ദേഹം എന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം സംസാരിക്കുന്നത് എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ആ 2 ഘടകങ്ങളും ഇത്തവണ ഇല്ല. ഇത്തവണ നിൽക്കുന്നത് പിന്നെ നിങ്ങൾ ആർക്കൊപ്പം, ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമോ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരോ എന്നുള്ളതാണ്
കാതലായ ചോദ്യം തന്നെ മലയാളി വോട്ടർമാരുടെ മുമ്പിലുള്ളത്. അതിൻ്റെ അകത്ത് CA ഉണ്ട്, NRC ഉണ്ട്, ഈ പറഞ്ഞ ഈ അബ്ദുൽ സലാമിന്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വടകരയുടെ കാര്യം, വടകരയുടെ മാത്രമല്ല ജിൻഷാദ്, മലബാറിൽ നിങ്ങൾക്ക് പച്ച തൊടാൻ കഴിയുമെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് പിന്നെ അല്ല മറ്റേ കാര്യം ഏതാ EP ജയരാജൻ ഗെയിം പ്ലാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിൽ വെറുതെ താങ്കൾ ആരോപിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ അന്ന് 2015 കോട്ട് ചെയ്തിട്ട് അതിന്റെ എക്സ്റ്റൻഷനാണ് ഇപ്പോ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അല്ല പറഞ്ഞത്. അതുകൂടെയാണ് പറയാനുള്ള കാര്യം. തീർച്ചയായും ഞാൻ ചുരുക്കുകയാണ്, സമയം അതിക്രമിച്ചിട്ടുണ്ട്. വളരെ നന്ദി CP പ്രമോദ്, ജിൻഷാദ് ജിന്നാസ, M ജയചന്ദ്രൻ, ഉല്ലാസ് ബാബു ന്യൂസ് ആൻഡ് സഹകരിച്ചതിന്.